നമസ്തേ ജി. നമസ്തേ. നമ്മളിന്ന് ഇരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട സംഭവമുണ്ട്. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം കൊടുത്തില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സോമനാഥത്തിൽ പോയി. അപ്പോൾ കാശി ഒക്കെ ഇനി ബാക്കിയാണെന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം അന്തരീക്ഷത്തിലുണ്ട്. ആ സമയത്ത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അവിടെ പോകുന്നു, ശൂലമൊക്കെ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രങ്ങളും വീഡിയോ ഒക്കെ വരുന്നു. അപ്പോൾ ചിലരൊക്കെ ചോദിക്കുന്നത്, ഇത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണോ അതോ ഒരു ആക്ടിവിസ്റ്റിനെ പോലെ ഹിന്ദു ആക്ടിവിസ്റ്റാണോ? ഒരു പ്രധാനമന്ത്രി ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. സത്യത്തിൽ മോദി അവിടെ അങ്ങനെ പോയിട്ട് പങ്കെടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഉണ്ട്. എന്തുകൊണ്ട്? അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം അതിൽ നിർബന്ധമായിട്ടും പങ്കെടുക്കേണ്ടതാണ്. സോമനാഥ് എന്താ നടക്കുന്നത് ഇപ്പോൾ? സോമനാഥ ക്ഷേത്രം ആക്രമിക്കപ്പെട്ടതിൻ്റെയും അതിനെതിരെ നടന്നിട്ടുള്ള പ്രതിരോധത്തിൻ്റെയും 1000 വർഷം തികയുന്ന സമയമാണിത്. 1026 AD മഹമ്മൂദ് ഓഫ് ഗസ്നി ആദ്യമായിട്ട് സോമനാഥ ക്ഷേത്രം ആക്രമിക്കുന്നത്. അങ്ങനെ പലതവണ ആക്രമിക്കപ്പെടുകയും തകർക്കപ്പെടുകയും അത്ര തന്നെ തവണ പുനർനിർമ്മിക്കപ്പെടുകയും ചെയ്ത ക്ഷേത്രമാണ്. 17 വട്ടം തകർക്കപ്പെടുകയും 18 വട്ടം പുനർനിർമ്മിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ക്ഷേത്രമാണ് സോമനാഥ ക്ഷേത്രം. ആ വലിയ പ്രതിരോധത്തിൻ്റെ ആദ്യ ആക്രമണത്തിന് നേരെ നടന്നിട്ടുള്ള പ്രതിരോധത്തിൻ്റെ 1000 വർഷം തികയുന്ന 2026 അത് 1000 വർഷം തികയാണ്. അതിൻ്റെ സോമനാഥ സ്വാഭിമാൻ പർവ് എന്ന പേരിൽ സോമനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രദേശത്തെ ഹിന്ദു ജനതയുടെ ആത്മാഭിമാനത്തിൻ്റെ ഒരു ആഘോഷമാണ് അവിടെ നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്താവണം എന്ന് നമ്മളെ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, തിരുത്തുകയാണ്. യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി സെക്യുലർ ആവണം. അങ്ങനെയാണോ? സെക്യുലർ എന്ന് പറയുന്നത് ഹിന്ദു വിരുദ്ധതയാണോ? ഒരു ഹിന്ദു ക്ഷേത്രത്തിൻ്റെ ഒരു ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത് ഒരു സെക്യുലർ വിരുദ്ധതയാണോ? മുമ്പാരും പങ്കെടുത്തിട്ടില്ലല്ലോ. നെഹ്റു പോലും സോമനാഥത്തിൻ്റെ പുനർനിർമ്മാണം വന്നപ്പോൾ എതിർത്തിരുന്നു. അല്ല, യഥാർത്ഥത്തിൽ ഈ നമ്മുടെ നാട് പതുക്കെയെങ്കിലും സ്വാതന്ത്ര്യം നേടുന്നതിൻ്റെ ഒരു അടയാളമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. സ്വാതന്ത്ര്യത്തെ പറ്റിയിട്ട് ആനന്ദിൻ്റെ ആൾക്കൂട്ടത്തിൽ പ്രസിദ്ധമായിട്ടുള്ളൊരു പ്രയോഗമുണ്ട്. സ്വാതന്ത്ര്യം കേവലം ഭൗതികം മാത്രമല്ല, അത് മാനസികവും കൂടിയാണ്. ഒരു പ്രദേശത്ത് അധിവസിക്കുന്ന ജനതയെ മാനസികമായി കൂടി ആ വൈദേശിക അധിനിവേശത്തിൽ നിന്ന് വിമോചിപ്പിക്കുമ്പോഴാണ് അത് അക്ഷരാർത്ഥത്തിൽ സ്വാതന്ത്ര്യമാവുന്നത്. അതല്ലാതെ ഒരു ഭൂപ്രദേശത്തെ മാത്രം നമ്മൾ സ്വാതന്ത്ര്യമാക്കുമ്പോൾ അത് സ്വരാഷ്ട്രം മാത്രമാണ്, സ്വാതന്ത്ര്യമാവുന്നില്ല. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മളെ വ്യവഹരിക്കേണ്ട തന്ത്രം എന്തെന്ന് നമ്മൾ സ്വയം തന്നെ നിർണ്ണയിക്കുന്നൊരവസ്ഥയാണ്. അതല്ലാതെ വിദേശികൾ അവരുടെ താല്പര്യാർത്ഥം നമുക്ക് തന്നിട്ടുള്ള കുറേ സങ്കല്പങ്ങളെ അതുപോലെ കൊണ്ടു നടക്കലല്ല യഥാർത്ഥത്തിൽ. ഈ രാജ്യത്തിൻ്റെ തനിമയിലും പൈതൃകത്തിലും പാരമ്പര്യത്തിലും പഴമയിലും ഒക്കെ ആത്മാഭിമാനമുള്ളവരാവുക എന്നൊരു കുറ്റമല്ല, അത് മതേതര വിരുദ്ധതയല്ലേ. ഇന്ത്യയുടെ മതേതരത്വം എന്ന് പറയുന്നത്, സെക്യുലറിസം ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സർവ്വമത നിരാസമല്ല, സർവ്വധർമ്മ സമഭാവമാണ്. മതേതരം എന്നുള്ള പ്രയോഗം പോലെ ശരിക്കും തെറ്റാണ്. മതത്തെ ഇതരമാക്കി മാറ്റി നിർത്തുന്നതല്ല, മതനിരപേക്ഷമല്ല, സർവ്വധർമ്മ സമഭാവമാണ്. എല്ലാ ധർമ്മങ്ങളെയും ഒരുപോലെ കണക്കാക്കുന്നത്, ആരോടെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഫേവറോ ആരോടെങ്കിലും പ്രത്യേകമായിട്ടുള്ള വിവേചനമോ കാണിക്കാതിരിക്കലാണ്. അതല്ലാണ്ട് വെസ്റ്റേൺ കൺസെപ്റ്റ് ഓഫ് കംപ്ലീറ്റ് സെപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ് ഫ്രം ദ ചർച്ച്, മതം വേറെ രാഷ്ട്രം വേറെ എന്നുള്ളതല്ല. ഇന്ത്യ വളരെ മതാത്മകമായിട്ടുള്ള രാഷ്ട്രമാണ്. ഇന്ത്യയുടെ ആത്മാവിൽ തന്നെ ഹിന്ദുധർമ്മത്തിൻ്റെ അനിഷേധ്യമായിട്ടുള്ള സ്വാധീനമുണ്ട്. ഒരു രാജ്യം ആധുനികമാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചരിത്രത്തെയും പാരമ്പര്യത്തെയും മുഴുവൻ തള്ളിപ്പറയാന്നല്ല. പക്ഷേ ഇവിടെ ഒരു സംശയം ചോദിക്കട്ടെ, അങ്ങനെ ഉണ്ടെങ്കിൽ മോദി ചെയ്യുന്നത് എന്താണ്? മോദി ഹിന്ദു പരിപാടികളിൽ മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ. മോദി അയോധ്യയിൽ പോകുന്നു, സോമനാഥത്തിൽ പോകുന്നു. മോദി പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ ബാബറി മസ്ജിദിൻ്റെ പകരമായിട്ട് 5 ഏക്കർ സ്ഥലം കൊടുത്തിട്ട് അവിടെ പള്ളി നിർമ്മിക്കുന്നുണ്ടല്ലോ. ആ പള്ളിയുടെ ഉദ്ഘാടനത്തിന് മോഡിയെ വിളിച്ചു നോക്കൂ, മോഡി പോവല്ലോ. മോഡി കഴിഞ്ഞ ദിവസം ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഡൽഹിയിലെ പള്ളിയിൽ ചർച്ചിൽ പങ്കെടുത്തിട്ടില്ലേ? ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളിയുടെ ചടങ്ങിലേക്ക് മോഡിയെ ക്ഷണിക്കട്ടെ. മോഡിയെ നിങ്ങൾ ക്ഷണിക്കുന്നതേ ഇല്ല, മോഡിയെ നിങ്ങൾ ശത്രുവായിട്ട് മാറ്റി നിർത്തുന്നു. എന്നിട്ട് മോഡി വിവേചനം കാണിക്കുന്നു എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? നിങ്ങൾ ആദ്യം അങ്ങനെയൊന്ന് പരിശ്രമിച്ചു നോക്കൂ, എന്നിട്ടല്ലേ ഈ ക്ഷണിക്കാത്തതായിരിക്കും പ്രശ്നം. മോഡി തന്നെ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ പറയുന്ന പള്ളിയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ വരും. ഇവിടെ നോക്കൂ, ഈ സോമനാഥ ക്ഷേത്രത്തിന് വലിയൊരു ചരിത്രമുണ്ട്. ശരിക്കും ഇതിലൊരു ചരിത്രത്തിലൊരു കൗതുകമാണ് ശരിക്കും ഇത്. നോക്കൂ, ഈ ജുനാഗഡ് എന്ന് പറയുന്ന നാട്ടുരാജ്യത്തിലായിരുന്നു ഈ സോമനാഥ ക്ഷേത്രം. പ്രഭാസ് പട്ടൺ എന്ന് പറയും. ഈ ജുനാഗഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കശ്മീരിന് നേരെ വിപരീതമായിട്ടുള്ള സാഹചര്യം. കശ്മീരിൽ എന്താ സംഭവിച്ചത്? കശ്മീർ നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് കശ്മീർ ഭരിച്ചിരുന്ന രാജാവ് ഹിന്ദു രാജാവായിരുന്നു, ഹരിസിംഗ്. ഭൂരിപക്ഷം ജനങ്ങളും മുസ്ലിങ്ങളായിരുന്നു. അപ്പോൾ ജനങ്ങൾക്ക് പാകിസ്ഥാനിന്റെ കൂടെ ചേരാനാണ് താല്പര്യം, രാജാവിന് ഇന്ത്യയുടെ കൂടെ ചേരാനാണ് താല്പര്യം. ഈ ഒരു ഡെഡ് ലോക്കിൽ നിൽക്കുന്ന സമയത്ത് ഇവർ സ്വതന്ത്രരായി നിൽക്കാൻ തീരുമാനിക്കുകയാണ്. പിന്നീട് പാകിസ്ഥാൻ അവരുടെ പഷ്തൂൺ റെജിമെന്റിനെ അയച്ചുകൊണ്ട് കശ്മീർ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് ഇന്ത്യ സൈന്യത്തെ അയക്കുന്നു. ഹരിസിംഗ് ഇന്ത്യയുമായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുന്ന ചരിത്രമൊക്കെ നമുക്കറിയാം. അന്ന് പാകിസ്ഥാൻ ആർമി കയറി വരെയുള്ള പ്രദേശമാണ് ഇന്നത്തെ പാക് ഓക്യുപൈഡ് കശ്മീർ എന്ന് പറയുന്നത്. നേരെ തിരിച്ചുള്ള സാഹചര്യമായിരുന്നു ജുനാഗഡിൽ. ജുനാഗഡിൽ 96%
ഹിന്ദു ജനസംഖ്യയുള്ള സ്ഥലമാണ്. പക്ഷെ അവിടെ ഭരിക്കുന്ന ഭരണാധികാരി മുസ്ലിം ആയിരുന്നു. ബാബി നവാബ് എന്ന് പറയുന്ന ആളായിരുന്നു. ജനങ്ങൾക്ക് ഇന്ത്യയുടെ കൂടെ ചേരണമെന്നായിരുന്നു താല്പര്യം. നവാബിന് പാകിസ്ഥാൻ്റെ കൂടെ ചേരാനായിരുന്നു താല്പര്യം. അല്ല, തമാശ എന്താ വെച്ചാൽ ജുനാഗഡിന് പാകിസ്ഥാനുമായിട്ട് ഒരു കരയതിർത്തി പോലും ഇല്ല. അപ്പോൾ കരയതിർത്തി ഇല്ലാതെ നിങ്ങൾ എങ്ങനെ പാകിസ്ഥാന്റെ വേഗമാവും എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് കടലിലൂടെ ഞങ്ങൾ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഹൈദരാബാദിലെ രാജാവ് അതിനേക്കാൾ തമാശയാണ് പറഞ്ഞത്. ഹൈദരാബാദിന് പാകിസ്ഥാനോട് ചേരണമെന്നുണ്ടായിരുന്നു നിസാമിന്. അന്ന് കരയതിർത്തി ഇല്ല, കടലതിർത്തി ഇല്ല, ഞങ്ങൾ വായുമാർഗത്തിൽ പാകിസ്ഥാനിൽ ചേർന്നോളാം എന്നാണ് പറഞ്ഞത്. ഇവിടെ ഇയാൾ പറയുന്നത് കടൽ മാർഗത്തിൽ പോയിക്കോളാം. അതിനെതിരെ അവിടുത്തെ ജനങ്ങൾ കലാപം നടത്തുന്നുണ്ട്. ഇന്ത്യയുടെ കൂടെ ചേരാൻ വേണ്ടിയിട്ട് അവിടെ വലിയ കലാപം നടക്കുന്നുണ്ട്. ഈ കലാപം നടത്താൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അതിനെതിരെ പ്രതിഷേധിക്കുന്ന ജനങ്ങളെ സൈന്യത്തെ ഇറക്കിക്കൊണ്ട് അടിച്ചമർത്താനാണ് ബാബി നവാബ് ശ്രമിക്കുന്നത്. ആ സമയത്ത് ജുനാഗഡിനെ ഇന്ത്യയുടെ കൂടെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് സർദാർ പട്ടേലിൻ്റെ നേതൃത്വത്തിൽ ഒരു ഡെലഗേഷൻ പോകുന്നുണ്ട്. ഈ ഡെലഗേഷൻ അവർക്ക് കൊടുക്കുന്ന ഒരു ഉറപ്പാണ്, നിങ്ങൾ ഇന്ത്യൻ യൂണിയൻ്റെ കൂടെ ചേരുകയാണെങ്കിൽ തകർക്കപ്പെട്ടിട്ടുള്ള സോമനാഥ ക്ഷേത്രം ഇന്ത്യൻ യൂണിയൻ നിർമ്മിച്ചു നൽകും. ഈ ജുനാഗഡിന്റെ ഭാഗമായിട്ടുള്ള പ്രഭാസ് പട്ടണത്തിലാണ് സോമനാഥ ക്ഷേത്രം. സോമനാഥ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഹിന്ദു വൈകാരികതയുടെ ഏറ്റവും തീവ്രമായിട്ടുള്ള ക്ഷേത്രമാണത്. കാരണം 12 ജ്യോതിർലിംഗങ്ങളിൽ പെട്ടിട്ടുള്ള സൗരാഷ്ട്രേ സോമനാഥം ച ശ്രീശൈലേ മല്ലികാർജുനം എന്ന് പറഞ്ഞിട്ടാണ് ഈ ദ്വാദശ ജ്യോതിർലിംഗ സ്തോത്രം തന്നെ ആരംഭിക്കുന്നത്. അതിൽ ആദ്യത്തേത് ഈ സൗരാഷ്ട്രത്തെ സോമനാഥാണ്. ഈ 5 പ്രധാനപ്പെട്ട സീഷോർ ടെമ്പിൾസ് ഹിന്ദു ധർമ്മവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്ന് രാമേശ്വരം, ഒന്ന് ചിദംബരം, ഒന്ന് പുരി, ഒന്ന് ദ്വാരക, ഒന്ന് സോമനാഥം ആണ്. അപ്പോൾ സോമനാഥം വളരെ വൈകാരികമായി തന്നെ ഹിന്ദു ധർമ്മത്തോട് അഭേദ്യമായിട്ടുള്ള ബന്ധമുള്ളൊരു സ്ഥലമാണ്. അവിടുത്തെ ക്ഷേത്രം എന്ന് പറയുന്നത് ആദ്യത്തെ ജ്യോതിർലിംഗമായിട്ടുള്ള ക്ഷേത്രമാണ്. ആ ക്ഷേത്രമാണ് 1026 മഹ്മൂദ് അഫ് ഗസ്നിയുടെ നേതൃത്വത്തിൽ തകർക്കപ്പെടുന്നത്. പിന്നീട് പുനർനിർമ്മിക്കുന്നുണ്ട്. വീണ്ടും ഫിറോസ് ഷായുടെ നേതൃത്വത്തിൽ തകർക്കപ്പെടുന്നു. വീണ്ടും പുനർനിർമ്മിക്കപ്പെടുന്നു. ബഖ്തിയാർ ഖൽജിയുടെ നേതൃത്വത്തിൽ തകർക്കപ്പെടുന്നു. ഇങ്ങനെ 1026 മുതൽ 1665 വരെ, അവസാനം ഔറംഗസേബിൻ്റെ കാലത്താണ് ഇത് തകർക്കുന്നത്. ഔറംഗസേബ് തകർത്തു എന്ന് മാത്രമല്ല, ഒരു റോയൽ പ്രൊക്ലമേഷൻ പുറത്തിറപ്പിച്ചു. അതായത് ഇനി ഈ ക്ഷേത്രം പുനർനിർമ്മിച്ചു കഴിഞ്ഞാൽ ഈ ക്ഷേത്രം മാത്രമല്ല, ഈ പ്രഭാസ് പട്ടണത്തെ മുഴുവൻ തകർക്കും, ഒരു കല്ല് പോലും ഇവിടെ ബാക്കിയില്ലെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് തകർക്കും എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഔറംഗസേബിന് ശേഷം വീണ്ടും അഹല്യാബായ് ഹോൾക്കറുടെ നേതൃത്വത്തിൽ അവിടെ പുനർനിർമ്മിക്കപ്പെടുന്നുണ്ട്. അതായത് ഹിന്ദു റെസിലിയൻസിൻ്റെ, അൺയീൽഡിങ് സ്പിരിറ്റിൻ്റെ, അടങ്ങാത്ത ആ ഒരു ആത്മവിശ്വാസത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും വീണ്ടും വീണ്ടും മടങ്ങി വരാനുള്ള ശേഷിയുടെയും ആ പുനരാവിർഭാവ വൈഭവത്തിൻ്റെ ഒരു അടയാളമാണ് ശരിക്കും സോമനാഥ ക്ഷേത്രം. ആ റിസീലിയൻസിൻ്റെ ചിഹ്നമാണ് സോമനാഥ ക്ഷേത്രം. ആ സോമനാഥ ക്ഷേത്രം അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രയും വൈകാരികമായിട്ടുള്ള കേന്ദ്രമായതുകൊണ്ട് സർദാർ പട്ടേൽ പോയിട്ട് അവിടെ പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ ഇന്ത്യൻ യൂണിയൻ്റെ കൂടെ ചേർന്നാൽ, സർദാർ പട്ടേൽ പലതരത്തിലുള്ള ഉപജാപങ്ങളും തന്ത്രങ്ങളും ഒക്കെ പ്രയോഗിച്ചിട്ടാണ് ഓരോ സ്റ്റേറ്റുകളെ ചേർത്തിട്ടുള്ളത്. ദ സ്റ്റോറി ഓഫ് ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന പേരിൽ VP മേനോൻ എഴുതിയിട്ടുള്ളൊരു പുസ്തകമുണ്ട്. അതിൽ അദ്ദേഹം എങ്ങനെയാണ് തിരുവിതാംകൂറിനെ കൂടെ ചേർത്തത്, എങ്ങനെയാണ് കൊച്ചിയെ കൂടെ ചേർത്തത്, എങ്ങനെയാണ് ഹൈദരാബാദിനെ ചേർക്കുന്നതൊക്കെ പറയുന്നുണ്ട്. അതിൽ ജുനാഗഡിൻ്റെ ഭാഗം വളരെ കൗതുകകരമായിട്ടുള്ളൊരു വായനയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇത് ജനങ്ങൾക്ക് വലിയ ആവേശം ഉണ്ടാക്കുന്നു. അവർ ഇന്ത്യൻ യൂണിയൻ്റെ കൂടെ ചേരാൻ വേണ്ടിയിട്ട് അവർ തുറന്ന പ്രതിഷേധത്തിന് ഇറങ്ങുന്നു. ഈ സമയത്ത് ബാബി നവാബ് എന്ത് ചെയ്യുന്നു, സൈന്യത്തെ ഇറക്കുന്നു. ഇന്ത്യ നേരിട്ട് ജുനാഗഡിലേക്ക് കയറി ചെല്ലുന്നില്ല സൈന്യവുമായിട്ട്. ഇപ്പോൾ ഓപ്പറേഷൻ പോളോയിൽ നമ്മൾ ഹൈദരാബാദിലേക്ക് പോയതുപോലെ പോകുന്നില്ല. പകരം മംഗ്രോള്, അതേപോലെ തന്നെ മാനവദാർ, ബദരിയാബാദ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം സൈന്യത്തെ വിന്യസിച്ചുകൊണ്ട് ഒരാവശ്യം വന്നാൽ ഞങ്ങൾ കയറും എന്നൊരു പ്രതീതി ജനിപ്പിച്ചിട്ട് നവാബിനെ ഭീഷണിപ്പെടുത്തുകയാണ്. അവസാനം നവാബ് പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്ത് ഓടിപ്പോയി. ജനങ്ങൾ അവിടെ റെഫറൻഡം നടത്തി 1948. ആ 48 റെഫറൻഡത്തിൽ 100% ആളുകളും ഇന്ത്യയുടെ കൂടെ ചേരാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ അവർക്ക് കൊടുത്തൊരു ഉറപ്പാണ്, ഇന്ത്യയുടെ ഒപ്പം ചേരാതെ പാകിസ്ഥാനിലേക്ക് ചേരാൻ നിന്നിരുന്ന ഒരു ഭൂപ്രദേശത്തെ ഇന്ത്യയുടെ ഒപ്പം ചേർക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൊരു നയതന്ത്ര ചാതുരിയാണ് സോമനാഥ ക്ഷേത്രം പുനർനിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളത്. അത് ഇന്ത്യയുടെ പ്രോമിസാണ്. സ്വാഭാവികമായിട്ട് അതിനുശേഷം സർദാർ പട്ടേലിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടായി. ആ കമ്മിറ്റി മഹാത്മാഗാന്ധിയെ പോയി കണ്ടു. ഗാന്ധി പറഞ്ഞു, ഈ വലിയ ദൗത്യത്തിൻ്റെ നേതൃത്വം നിങ്ങൾ എന്നെ ഏൽപ്പിച്ചാൽ അത് എനിക്ക് വലിയൊരു ആദരവായിരിക്കും. എന്ന് വെച്ചാൽ ഗാന്ധി ഗുജറാത്തിലുള്ള ആളാണ്, അദ്ദേഹം സോമനാഥ ക്ഷേത്രമായിട്ട് വലിയ ബന്ധമുള്ള ആളാണ്. അങ്ങനെ ഗാന്ധി അധ്യക്ഷനായിട്ടാണ് ആദ്യത്തെ കമ്മിറ്റി ഉണ്ടാകുന്നത് 1948 ഫെബ്രുവരിയിൽ. ആ വർഷമാണ് ഗാന്ധി അസാസിനേറ്റ് ചെയ്യപ്പെടുന്നത്. 1948 ജനുവരി 30 ഗാന്ധി വധം ഉണ്ടാകുന്നത്. ഗാന്ധി വധത്തിന് ശേഷം ഇതിൻ്റെ അടുത്ത നേതാവ് ആരാകും എന്നുള്ള ചോദ്യം ഉന്നയിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് സർദാർ പട്ടേൽ തന്നെ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. സർദാർ പട്ടേലിൻ്റെ നേതൃത്വത്തിലാണ് അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. ഈ സോമനാഥ ക്ഷേത്രം തകർത്തിട്ട് അവിടെ ഒരു പള്ളി ഉണ്ടാക്കിയിരുന്നു. ഈ പള്ളി പൊളിച്ചു മാറ്റി 5 കിലോമീറ്റർ അപ്പുറത്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചു. അന്ന് ഈ പറയുന്ന പോലെ ബാബറി മസ്ജിദിൻ്റെ സമയത്തുള്ള പോലത്തെ ഒരു പ്രതിഷേധം ഉണ്ടാവുന്നില്ല. അത് വളരെ സ്വാഭാവികമായിട്ടൊരു സംഭവമായിട്ട് അവിടുത്തെ എല്ലാവരും എടുത്തു. ഇതേ കാര്യമാണ് ബാബറി മസ്ജിദിൽ നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ മതേതര ആത്മാവിന് മുറിവേറ്റുന്നുകൊണ്ട് ചില ആൾക്കാർ പ്രതിഷേധം നടത്തുന്നത്. അവിടെ ഉണ്ടായിരുന്ന പള്ളി പൊളിച്ചു നീക്കി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചു, ക്ഷേത്രാവശിഷ്ടങ്ങൾ മാറ്റി, എന്നിട്ട് അവിടെ പുതിയ ഒരു ക്ഷേത്രത്തിന്റെ ആധാരശില ഉണ്ടാക്കി. ഈ സമയത്ത് 1950 ആകുമ്പോഴേക്കും സർദാർ പട്ടേൽ മരിച്ചു.
സർദാർ പട്ടേൽ മരിച്ചു കഴിഞ്ഞപ്പോൾ KM മുൻഷി, നമ്മുടെ ഭാരതീയ വിദ്യാഭവന്റെയൊക്കെ സ്ഥാപകനായിരുന്ന പണ്ഡിറ്റ് KM മുൻഷി, അദ്ദേഹം നെഹ്റു മന്ത്രിസഭയിൽ അന്ന് കൃഷി വകുപ്പ് മന്ത്രിയാണ്. KM മുൻഷി ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. അദ്ദേഹം സർദാർ പട്ടേലിന്റെ വളരെ വിശ്വസ്തനായിരുന്ന ആളായിരുന്നു. പക്ഷെ അപ്പോഴേക്ക് നെഹ്റുവിന്റെ ആറ്റിറ്റ്യൂഡ് മാറി. നെഹ്റുവിന് പണ്ടേ ഇത് ഇഷ്ടമായിരുന്നില്ല. അദ്ദേഹത്തിന് പക്ഷേ മഹാത്മാഗാന്ധിയും സർദാർ പട്ടേലും പോലത്തെ ആൾക്കാർ നിൽക്കുന്ന സമയത്ത് അത് പറയാൻ സാധിക്കുമായിരുന്നില്ല. ഇവരുടെ രണ്ടാളുടെയും വിയോഗത്തിന് ശേഷം KM മുൻഷി ഇതിന്റെ ചുമതലയിൽ വന്ന സമയത്ത് നെഹ്റുവിന്റെ തനി സ്വരൂപം പുറത്തു വന്നു. അദ്ദേഹം ഒരു മന്ത്രിസഭാ യോഗത്തിൽ KM മുൻഷിക്കെതിരെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, സോമനാഥ ക്ഷേത്രം പുനർനിർമ്മിക്കാനുള്ള നിങ്ങളുടെ ശ്രമം, അതിനോട് എനിക്ക് പൂർണ്ണമായിട്ടും വിയോജിപ്പാണുള്ളത്. നിങ്ങളുടെ ഉദ്യമം എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഹിന്ദു റിവൈവലിസമാണ്. ഹിന്ദു റിവൈവലിസം അല്ല ഈ സർക്കാരിൻ്റെ നയം എന്ന് പറയുന്നുണ്ട്. KM മുൻഷി ഒരു അക്ഷരം തിരിച്ചു പറയുന്നില്ല. വളരെ അക്ഷോഭ്യനായിട്ട് അദ്ദേഹം ആ മീറ്റിങ്ങിൽ ഇരിക്കുന്നുണ്ട്. അന്ന് ഓഫീസിൽ തിരിച്ചു വന്നതിന് ശേഷം എന്തുകൊണ്ട് സോമനാഥ ക്ഷേത്രം പുനർനിർമ്മിക്കേണ്ടതാണെന്നും അത് ഈ സംസ്കാരത്തിൻ്റെ സ്വാതന്ത്ര്യ മുന്നേറ്റത്തിന് എത്രത്തോളം പ്രധാനമാണെന്നും അത് ഹിന്ദു റിവൈവലിസം ആണെങ്കിൽ ആ ഹിന്ദു റിവൈവലിസമാണ് ഈ രാജ്യത്തിന് ഇന്ന് വേണ്ടത് എന്ന് വിശദീകരിച്ചുകൊണ്ട് KM മുൻഷി നെഹ്റുവിന് ഒരു കത്ത് അയക്കുന്നുണ്ട്. ആ കത്ത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുണ്ട്, പിൽഗ്രിമേജ് ടു ഫ്രീഡം. ആ പിൽഗ്രിമേജ് ടു ഫ്രീഡം എന്ന് പറയുന്ന പുസ്തകത്തിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്, അപ്പൻഡിക്സ് ആയിട്ട് ചേർത്തിട്ടുണ്ട്. ആ കത്ത് വായിച്ചിട്ട് ഇതേ VP മേനോൻ, നമ്മുടെ സർദാർ പട്ടേലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എഴുതിയിട്ടുള്ള VP മേനോൻ, അദ്ദേഹം KM മുൻഷിയോട് പറയുന്നത്, അങ്ങയുടെ കത്തിൽ ഉന്നയിക്കപ്പെടുന്ന ആശയങ്ങൾ വായിച്ചപ്പോൾ അതിനു വേണ്ടി ജീവിക്കാനും വേണ്ടി വന്നാൽ അതിനായി മരിക്കാനും ഞാൻ ഒരുക്കമാണ് എന്നാണ് എനിക്ക് തോന്നിയത്. അത്രയും അത്രയും മൂവിങ് ആയിട്ടുള്ള വൈകാരികമായിട്ടുള്ള ആ ഹിന്ദു റിവൈവലിസത്തിന്റെ ആവശ്യകതയെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ആ കത്ത്. അങ്ങനെ KM മുൻഷിയുടെ ഒരു നിലപാട് കൊണ്ടാണ്, അദ്ദേഹത്തിന്റെ സ്ഥൈര്യം കൊണ്ടാണ്, അദ്ദേഹത്തിന്റെ എന്തിനേയും നേരിട്ടിട്ടും ഇത് നടത്തുമെന്ന നിശ്ചയദാർഢ്യം കൊണ്ടാണ് സോമനാഥ ക്ഷേത്രം നിർമ്മിക്കപ്പെടുന്നത്. എന്നാൽ സോമനാഥ ക്ഷേത്രത്തിന്റെ പണി 1951 പൂർത്തിയായി. 3 വർഷം കൊണ്ടാണ് അത് പൂർത്തിയാവുന്നത്. ക്ഷേത്രം പൂർത്തീകരിച്ചതിന് ശേഷം അതിന്റെ വിഗ്രഹ പ്രതിഷ്ഠ നടത്താൻ, പ്രാണപ്രതിഷ്ഠ നടത്താൻ അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റായിട്ടുള്ള രാജേന്ദ്ര പ്രസാദിനെയാണ് അവർ കാണുന്നത്. രാജേന്ദ്ര പ്രസാദിനെ പോയി കാണുന്നു. അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം സമ്മതിക്കുന്നുണ്ട്. പക്ഷെ നെഹ്റു രാജേന്ദ്ര പ്രസാദിനോട് അത് പറ്റില്ല എന്ന് പറയുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം, ദ പ്രസിഡന്റ് ഈസ് ബൗണ്ട് ബൈ ദ എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ PM. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ നിർദ്ദേശാനുസരണം മാത്രമേ പ്രസിഡന്റിന് പ്രവർത്തിക്കാൻ പറ്റില്ല. അന്ന് പക്ഷേ ആ അമെൻമെന്റ് വന്നിട്ടില്ല, കുറച്ചുകൂടി സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പക്ഷേ നെഹ്റു അദ്ദേഹത്തോട് അത് ചെയ്യാൻ പാടില്ല. ഒരു ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ഒരു മതേതര രാജ്യത്തിൻ്റെ പ്രസിഡന്റ് നിർവഹിക്കുന്നത് തെറ്റായ സന്ദേശം കൊടുക്കുമെന്ന് പറയുന്നു. ഇത് പറയുന്ന നെഹ്റു 1947 മുതൽ കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക ആസ്ഥാനത്ത് വെച്ച് ഇഫ്താർ വിരുന്നുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. പൊളിറ്റിക്കൽ ഇഫ്താറിൻ്റെ കൾച്ചർ തുടങ്ങി വെക്കുന്ന ആള് നെഹ്റുവാണ്. അതേ നെഹ്റു ദിയോബന്ദ് സർവകലാശാലയ്ക്ക് ഹൈദരാബാദിലെ നിസാം കൊടുത്തിരുന്ന 1000 രൂപയുടെ പ്രതിവർഷ ഗ്രാൻഡ് ഉണ്ട്. ഇത് നിസാമിന്റെ ഓഫീസ് ബോയ്ക്കോട്ട് ചെയ്യപ്പെട്ടതോടുകൂടി ഇതില്ലാണ്ട് ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഏറ്റെടുത്ത് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഈ ഗ്രാൻഡ് തുടർന്ന് നടത്തണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആന്ധ്രാപ്രദേശിലെ ഗവൺമെന്റിന് കത്തയക്കുന്നു. എന്തിനാണ് ഒരു മതസ്ഥാപനത്തിന് ഗവൺമെന്റ് എന്തിനാണ് ഗ്രാൻഡ് കൊടുക്കുന്നത്? അത് മതേതരത്വം നിലനിർത്താൻ അങ്ങനത്തെ കുറെ തട്ടിപ്പ് പരിപാടികൾ വേണം എന്ന് നെഹ്റുവിന് അറിയാം. പക്ഷേ ഒരു ഹിന്ദു ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ്, അതും അവിടുത്തെ ജനങ്ങൾക്ക് നമ്മൾ ഇന്ത്യൻ യൂണിയൻ കൊടുത്തിട്ടുള്ള ഉറപ്പ്, ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ജുനാഗഡ് ഇന്ത്യയുടെ ഭാഗമാവുന്നത്. അത് എത്രയോ വലിയ നയതന്ത്ര വിജയമാണ്. ആ കാര്യം വന്നപ്പോൾ മാത്രം നെഹ്റുവിന് പ്രത്യേകം മതേതരത്വത്തിന്റെ ഒരു ഓർമ്മ ഉണ്ടാവും. പക്ഷെ രാജേന്ദ്ര പ്രസാദ് അതിനെ ശക്തമായിട്ട് എതിർത്തു. രാജേന്ദ്ര പ്രസാദ് നെഹ്റുവിനേക്കാൾ ഒട്ടും താഴെയല്ല. നിങ്ങൾക്കറിയാം, നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. പ്രസിഡന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആയിരുന്നു രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഒരർത്ഥത്തിൽ ഇന്ത്യയുടെ ഭരണഘടന രൂപീകരിക്കപ്പെടുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയുടെ മതേതരത്വം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതസ്ഥാപനത്തോടുള്ള നിരാസമല്ല, എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുക എന്നുള്ളതാണ്. ഒരു പള്ളിയുടെ ഉദ്ഘാടനത്തിനോ ഒരു ചർച്ചിൻ്റെ ഉദ്ഘാടനത്തിനോ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഇതേ മനോഭാവത്തോടു കൂടി തന്നെ ഞാൻ അവിടെ പോകും. ഈ കാര്യത്തിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സാംസ്കാരിക ദൗത്യമാണ്. കാരണം ഇന്ത്യയുടെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സാംസ്കാരികമായിട്ടുള്ള ഉന്നതിയുടെ ഒരു അടയാളമാണ് സോമനാഥ ക്ഷേത്രം. ആ സോമനാഥ ക്ഷേത്രം പുനർനിർമ്മിക്കപ്പെടുക എന്ന് പറയുന്നത് ഈ പറയുന്ന അധിനിവേശങ്ങൾ കൊണ്ട് തകരാതെ ഈ രാഷ്ട്രം വീണ്ടും തല ഉയർത്തി നിൽക്കുന്നു എന്നതിൻ്റെ ഒരു വിളംബരമാണ്. ഗാന്ധി വളരെ കൃത്യമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. ഗാന്ധിയെ ചെന്നിട്ട് KM മുൻഷി കാണുന്ന സമയത്ത് ഗാന്ധി പറയുന്നൊരു കാര്യം, ഈ ക്ഷേത്രം ഗവൺമെൻറ് അല്ല നിർമ്മിക്കേണ്ടത്, ഈ ക്ഷേത്രം ജനങ്ങൾ പണം എടുത്തുകൊണ്ട് നിർമ്മിക്കണം. കാരണം എന്താ വെച്ചാൽ ഒരു അധിനിവേശക്കാരൻ വന്ന് തകർത്തു പോയുള്ളൊരു ക്ഷേത്രം സർക്കാർ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ആത്മവിശ്വാസം ആത്മാഭിമാനം ഉണ്ടാവില്ല. അധിനിവേശക്കാർ തകർത്ത ക്ഷേത്രം ഞങ്ങൾ പുനർനിർമ്മിച്ചു എന്ന് വന്നാലേ അവർക്ക് ആ ആത്മവിശ്വാസം തിരിച്ചെടുക്കാൻ പറ്റില്ല, ആത്മാഭിമാനം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇത് ജനങ്ങളുടെ സംഭാവന കൊണ്ട് ക്ഷേത്രം ഉണ്ടാക്കണമെന്ന് ഗാന്ധി പറയുന്നുണ്ട്. അതേ ആശയത്തിൽ നിന്നുകൊണ്ടാണ് രാജേന്ദ്ര പ്രസാദ് പറയുന്നത്, ഇത് ഇത്ര വലിയ അധിനിവേശങ്ങൾക്ക് ശേഷം 1000 വർഷം നീണ്ട അധിനിവേശങ്ങൾക്ക് ശേഷവും ഈ രാജ്യത്തിൻ്റെ സ്പിരിറ്റ് കെട്ടടങ്ങിയിട്ടില്ല
ഞങ്ങളുടെ ഗോപുരങ്ങൾ ഞങ്ങളുടെ ശിരസ്സുകൾ പോലെ ഇപ്പോഴും തല ഉയർത്തി നിൽക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് ഈ ക്ഷേത്രം. അത് പ്രാണപ്രതിഷ്ഠ നടത്തുന്നതിൻ്റെ അധികാരമാണ്. നമ്മുടെ രാജേന്ദ്ര പ്രസാദ് അതിന് പോകുന്നുണ്ട്. ഇതിന്റെ പേരിൽ അദ്ദേഹത്തിന് രാഷ്ട്രപതി സ്ഥാനം രണ്ടാമത് കൊടുക്കാണ്ടിരിക്കാൻ തീരുമാനിക്കുന്നു. 2 ടേം ഉണ്ടല്ലോ രാഷ്ട്രപതിക്ക്. രാജേന്ദ്ര പ്രസാദിന് പകരം ഡോക്ടർ എസ് രാധാകൃഷ്ണനെ രാഷ്ട്രപതിയാക്കാൻ തീരുമാനിക്കുന്നു. അന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ശക്തമായിട്ട് നെഹ്റുവിനെതിരെ പ്രതിഷേധിക്കുന്നു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ പോലത്തെ ഒരാൾക്ക് രാജേന്ദ്ര പ്രസാദിനെ പോലത്തെ ഒരാൾക്ക് രണ്ടാമത് ഒരു ചാൻസ് കൊടുക്കേണ്ടതാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഈ ഒരു അവസരം ഉണ്ടല്ലോ, അടുത്ത ഊഴത്തിൽ കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് നെഹ്റുവിന്റെ തീരുമാനത്തിനെതിരായിട്ടാണ് രാജേന്ദ്ര പ്രസാദ് വീണ്ടും പ്രസിഡന്റ് ആവുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ തുടങ്ങുന്നത്. ഒരു ഹിന്ദു ക്ഷേത്രത്തിനോട് അത്രയും ഒരു വിയോജിപ്പോട് കൂടി കണ്ടിരുന്ന, വിരോധ മനോഭാവത്തോടുകൂടി കണ്ടിരുന്ന, അങ്ങോട്ട് പോകുന്നത് എന്തോ മതേതരത്വത്തിന്റെ വിരുദ്ധമാണെന്ന് കരുതിയിരുന്നിടത്ത് ഐ ആം ദ ലാസ്റ്റ് റൂളിംഗ് ബ്രിട്ടീഷർ ഇൻ ഇന്ത്യ, ഞാൻ അവസാനത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ആളാണ്. അവിടെ നിന്ന് നോക്കൂ, ഇന്ന് ആ സോമനാഥ ക്ഷേത്രത്തിൻ്റെ അധിനിവേശത്തിൻ്റെ 1000 വർഷം തികയുന്ന സമയത്ത് അവിടുത്തെ സോമനാഥ സ്വാഭിമാൻ പർവ് ഉദ്ഘാടനം ചെയ്യാൻ അവിടെ പോയിട്ട് ആ സോമനാഥ ക്ഷേത്രത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ശൗര്യയാത്ര 1 കിലോമീറ്റർ ഏതാണ്ട് 1 ലക്ഷത്തിലധികം ആളുകളാണ് പങ്കെടുത്ത്. മോഡി ഇന്ന് രാവിലെ വന്നിട്ട് 1 കിലോമീറ്റർ നടക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ രാത്രി മുതൽ അവിടെ വന്നിട്ട് മഹാരാഷ്ട്രയിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും മറ്റേ ഒഡീഷയിൽ നിന്നും ഒക്കെയുള്ള ആളുകൾ അവിടെ സോമനാഥത്ത് വന്നിട്ട് ഒരു രാത്രി മുഴുവൻ കാത്തിരിക്കുകയാണ് മോഡിയുടെ കൂടെ ആ സ്വാഭിമാന യാത്രയിൽ പങ്കെടുക്കാൻ, ശൗര്യയാത്രയിൽ പങ്കെടുക്കാൻ. അവിടെ 1000 വർഷത്തെ ഈ രാജ്യത്തിൻ്റെ ചരിത്രപരമായിട്ടുള്ള റീക്ലെയിമിങ്ങിൻ്റെ ഒരു അനുഭവമാണ് അവിടെ പങ്കുവയ്ക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഒരു സ്വാഭിമാന നിമിഷമാണ്. അതിലാണ് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കേണ്ടത്. അതിൽ പങ്കെടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ മാത്രമല്ല ഭാരതം എന്ന് പറയുന്ന ആ പൗരാണികമായിട്ടുള്ള രാഷ്ട്ര പദ്ധതിയുടെ തന്നെ പ്രധാനമന്ത്രിയാണ് ഞാൻ. ഇത് 1947 ബ്രിട്ടീഷുകാർ നിർമ്മിച്ചു തന്നിട്ടുള്ള ഒരു രാജ്യമല്ല. ഈ രാജ്യത്തിന് എത്രയോ വലിയ ചരിത്രമുണ്ട്, എത്രയോ വലിയ പൈതൃകമുണ്ട്. ഇത് 2000-ന് മേലെ വർഷങ്ങളായിട്ട് അനുസ്യൂതമായിട്ട് തുടർന്ന് വരുന്ന ഒരു രാഷ്ട്ര പദ്ധതിയാണ്. അതിൻ്റെ ചുമതലയിലാണ് ഞാൻ ഇരിക്കുന്നത് എന്നുള്ള ഓർമ്മയാണ് നരേന്ദ്രമോദി പങ്കുവയ്ക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ അവിടുത്തെ പ്രസംഗം വളരെ ശ്രദ്ധേയമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ പറയുന്ന മുഹമ്മദ് അഫ് ഗസ്നിയും ഔറംഗസേബും അല്ല, അതേ മനോഭാവമുള്ള ആളുകൾ ഇപ്പോഴും നമ്മുടെ രാജ്യത്തുണ്ട്. അവരെയാണ് നമ്മൾ ഭയക്കേണ്ടത്. ഔറംഗസേബിൻ്റെയോ മുഹമ്മദ് ഗസ്നിയുടെയോ കാലം കഴിഞ്ഞു പോയെന്ന് വിചാരിക്കേണ്ട. അവരിവിടെ നടത്തിയിട്ടുള്ളത് ഈ രാജ്യത്തിൻ്റെ സ്പിരിറ്റിനെ തകർക്കാനുള്ള ശ്രമമാണ്. കേവലം ഒരു ക്ഷേത്രം തകർക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ചരിത്രകാരന്മാർ പറയുന്ന പോലെ സ്വത്ത് കൊള്ളയടിക്കാനോ അല്ല. സ്വത്ത് കൊള്ളയടിക്കാനാണെങ്കിൽ ഒരു തവണ ആക്രമിച്ചിട്ട് സ്വത്ത് മുഴുവൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിർത്തുമായിരുന്നു. വീണ്ടും വീണ്ടും തിരിച്ചു വന്ന് 18 തവണ ഈ ക്ഷേത്രം തകർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കൂടിയിരിക്കുന്നത് കേവലം ഒരു ദേവതാ രൂപം മാത്രമല്ല, ഈ രാജ്യത്തെ പരശതം ആളുകളുടെ ആത്മാഭിമാനം കൂടിയാണ്. ആ സ്പിരിറ്റിനെ ക്രഷ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ്. അയോധ്യയിലെ രാമക്ഷേത്രം തകർത്തിട്ട് അവിടെ പള്ളി ഉണ്ടാക്കാൻ തൊട്ടപ്പുറത്ത് സ്ഥലമില്ലാത്തതുകൊണ്ടല്ല, ആരാധനയ്ക്ക് സ്ഥലമില്ലാത്തതുകൊണ്ടല്ല. ഗാസിയാബാദ് ജില്ലയിൽ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. അങ്ങനെയല്ല, ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വൈകാരിക ദേവതാ സങ്കല്പമായിട്ടുള്ള രാമൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം, ജന്മസ്ഥാന മന്ദിരം, അത് തകർത്തിട്ട് അവിടെ ഉണ്ടാക്കുന്ന പള്ളി എന്ന് പറയുന്നത് നിങ്ങളുടെ ധർമ്മത്തിന് മേലെ ഞങ്ങൾ നേടിയിട്ടുള്ള വിജയമാണ്. നിങ്ങളുടെ ഈശ്വരൻ ഞങ്ങൾക്ക് മുമ്പിൽ തോറ്റു എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് മേലെ ഞങ്ങൾ നടത്തിയിട്ടുള്ള അധിനിവേശത്തിൻ്റെ അടയാളമാണ് ആ പള്ളി. അത് എത്ര കാലം ഉണ്ടോ അത്ര കാലം കാണുമ്പോൾ നിങ്ങൾക്ക് അപകർഷതാബോധം തോന്നാൻ, നിങ്ങൾക്ക് ആത്മാഭിമാനത്തിന് മുറിവ് പറ്റാൻ, നിങ്ങളൊരു പരാജിതമായിട്ടുള്ള സമൂഹമാണ്, നിങ്ങളൊരു തോറ്റുപോയിട്ടുള്ള ജനതയാണെന്ന് നിങ്ങളെ നിരന്തരമായിട്ട് ഓർമ്മിപ്പിക്കാൻ ഉണ്ടാക്കിയുള്ളൊരു അപമാനത്തിൻ്റെ മന്ദിരമാണത്. അതൊരു അധിനിവേശത്തിൻ്റെ അടയാളമാണ്, അതൊരു അപകർഷതയുടെ കൊടിയാണത്. അത് മാറ്റപ്പെടുക. ആരാധനയ്ക്ക് പള്ളി വേണമെങ്കിൽ വേറെ ഉണ്ടാക്കാം, പക്ഷേ ക്ഷേത്രം നിന്നിടത്ത് വേണ്ടല്ലോ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മനോഭാവം ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ള. നമുക്ക് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഗസ്നിയെ ഗ്ലോറിഫൈ ചെയ്യുന്ന, നിങ്ങൾ തമിഴിൽ ഗജനി എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? ഗജനി എന്ന് പറഞ്ഞാൽ എന്താ? ഗജനി ഗസ്നിയാണ്. ഗസ്നിയെ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ ഈ പറയുന്ന ഇൻഡോമിറ്റബിൾ സ്പിരിറ്റ്, വീണ്ടും വീണ്ടും മടങ്ങി വരാൻ, 17 വട്ടം തോറ്റിട്ടും വീണ്ടും 18ാമത്തെ വട്ടവും തിരിച്ചു വരാനുള്ള ശേഷി, അതിൻ്റെ അടയാളമായിട്ട് നമ്മൾ ഗജനി എന്ന് പറഞ്ഞിട്ട് അയാളൊരു വലിയ ഹീറോ ആയിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുന്നു. നമ്മൾ നളന്ദ സർവകലാശാലയ്ക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ട്രെയിൻ ഇറങ്ങുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ പേര് ഭക്തിയാർപൂർ റെയിൽവേ സ്റ്റേഷൻ. എന്താ ഭക്തിയാർപൂർ? ഭക്തിയാർ ഖൽജി നളന്ദ സർവകലാശാല സ്ഥാപിച്ച ആളല്ല. നളന്ദ സർവകലാശാലയ്ക്ക് തീയിട്ടിട്ട് അവിടുത്തെ ഗ്രന്ഥശേഖരം തകർത്ത ആള്. 90 ദിവസം നിന്ന് കത്തിയുന്ന നളന്ദ. അത്രയേറെ ഗ്രന്ഥങ്ങൾ അവിടെ സൂക്ഷിക്കപ്പെട്ടിരുന്നു. അത് തകർത്ത ആളുടെ പേരിലാണ് ആ പ്രദേശം നമ്മൾ അറിയുന്നത്. ഈ രാജ്യത്തെ ജനതയുടെ ആത്മാഭിമാനത്തിന് മേലെ നിർമ്മിച്ചു വെച്ചിട്ടുള്ള അപമാനത്തിൻ്റെ ഒരു അടയാളത്തെയാണ് നമ്മൾ നമ്മുടെ മതേതരത്വത്തിൻ്റെ മകുടോദാഹരണം എന്ന് പറഞ്ഞിട്ട് ഒരു സുരക്ഷിത സ്മാരകമായിട്ട് വർഷങ്ങളോളം നിലനിർത്തിയത്.
ഇങ്ങനെ അപമാനത്തെ ഒരു അഭിമാന ചിഹ്നമായിട്ട് പേറുന്നൊരു സമൂഹം, ഇത് വളരെ കൃത്യമായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആൻഡ് ജനറേഷണൽ ബ്രെയിൻ വാഷിങ്ങിലൂടെ നിർമ്മിച്ചെടുത്തിട്ടുള്ളതാണ്. എത്രയോ കാലത്തെ മസ്തിഷ്ക പ്രക്ഷാളനം കൊണ്ടാണ് ഈ പറയുന്ന അധിനിവേശങ്ങളെയൊക്കെ ഗ്ലോറിഫൈ ചെയ്യുന്ന, സ്വന്തം പൈതൃകത്തെയും സ്വന്തം ചിഹ്നങ്ങളെയും സ്വന്തം അടയാളങ്ങളെയും വെറുക്കുന്ന ഒരു സമൂഹത്തെ അവരോട് നിർമ്മിച്ചെടുത്തത്. അതിനെ തിരിച്ചു പിടിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യ സമരമാണ്. സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ഭൂമിയെ സ്വതന്ത്രമാക്കാനുള്ള സമരം മാത്രമല്ല, മനുഷ്യരുടെ മനസ്സിനെ സ്വതന്ത്രമാക്കാനുള്ള സമരമാണ്. ആ സമരം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നേതൃസ്ഥാനത്ത് നരേന്ദ്രമോദി ഉണ്ട് എന്ന വിളംബരമാണ് സോമനാഥ് നടന്നത്. ഏതായാലും ഞാനും ആലോചിക്കാത്ത ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ അങ്ങ് പറഞ്ഞത്. കാരണം നമ്മുടെ പ്രേക്ഷകർക്ക് ചിലരെങ്കിലുമൊക്കെ സംശയിക്കുന്നുണ്ട്, പ്രധാനമന്ത്രി ഇങ്ങനെയൊക്കെ പോകാമോ, അവർ ഒരു മതത്തിൻ്റെ മാത്രമായ ഒരു പ്രതീകമായി, ഒരു ഹിന്ദു ഐക്കണായി പ്രധാനമന്ത്രി മാറുന്നുണ്ടോ, അത്രയൊക്കെ വേണോ എന്ന് ചിന്തിക്കുന്ന നിഷ്കളങ്കർ നമ്മുടെ കൂടെയുണ്ട്. ഈ രാജ്യത്തിന് ഒരു സംസ്കാരമുണ്ട്. ഇത് നോക്കി, ഇവിടുത്തെ ബേസിക് പൊളിറ്റിക്കൽ ഡിബേറ്റ് എന്താണെന്നറിയോ? ഇന്ത്യയിലെ രാഷ്ട്രീയ തർക്കം ഒന്ന് മാത്രമേ ഉള്ളൂ. ഈ രാജ്യം 1947 ഓഗസ്റ്റ് 15 നിലവിൽ വന്നിട്ടുള്ള ഒരു രാജ്യമാണോ, അതോ ഇത് സഹസ്രാബ്ദങ്ങളായി നിലനിൽക്കുന്ന ഭാരതം എന്നൊരു രാഷ്ട്ര പദ്ധതിയാണോ? ചില ആളുകളുടെ വാദം ഇത് 47 ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ് ഈ രാജ്യം. അതിന് മുമ്പ് ഇന്ത്യ എന്നൊരു രാജ്യമില്ല. 600ഓളം നാട്ടുരാജ്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു. അതിന് ചേർത്തിട്ട് ബ്രിട്ടീഷുകാരാണ് ഇന്ത്യ ഉണ്ടാക്കിയത്. ഭരണഘടനയാണ് അതിനെ നിലവിൽ കൊണ്ടുവന്നത് എന്നുള്ളതാണ്. മറുവാദം എന്താണെന്ന് വെച്ചാൽ, ഈ രാജ്യം നേരിട്ടിട്ടുള്ള അനവധിയായിട്ടുള്ള അധിനിവേശങ്ങളുടെയും അനവധിയായിട്ടുള്ള ആക്രമണങ്ങളുടെയും തുടർച്ചയിലുള്ള ഏറ്റവും അവസാനത്തെ അധിനിവേശം മാത്രമാണ് ബ്രിട്ടീഷുകാർ. അതിനെതിരെ നടന്നിട്ടുള്ളത് സ്വാതന്ത്ര്യ സമരമാണെങ്കിൽ അതിനു മുമ്പ് എത്രയോ സ്വാതന്ത്ര്യ സമരങ്ങളോട് നടന്നിട്ടുണ്ട്. മറാത്തമാർ മുഗളന്മാർക്കെതിരെ നടത്തിയിട്ടുള്ളത് സ്വാതന്ത്ര്യ സമരമല്ലേ? ഈ പറയുന്ന 13-ാം നൂറ്റാണ്ടിൽ ഹരിഹരനും ബുക്കരായനും ചേർന്ന് സംഘം ഡൈനാസ്റ്റി വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കുമ്പോൾ അവർ നടത്തുന്ന സ്വാതന്ത്ര്യ സമരമല്ലേ? എന്താണ് പുലികേശിയാണെങ്കിലും അതല്ലെങ്കിൽ മറ്റ് നമ്മുടെ പൃഥ്വിരാജ് ചൗഹാൻ ആണെങ്കിലും ഇവരെല്ലാവരും നടത്തുന്ന സ്വാതന്ത്ര്യ സമരമല്ലേ? അധിനിവേശങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതിനെതിരെ എല്ലാം പ്രതിഷേധങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒരു മുന്നേറ്റം മാത്രമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം. അതിൻ്റെ നേതൃത്വത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ മാത്രമാണ് രാഷ്ട്ര നിർമ്മാതാക്കൾ എന്ന് പറയുന്നത്. ചരിത്ര നിരാസമാണ്. ഏതാണ്ട് 2000 വർഷത്തോളം നീണ്ടിട്ടുള്ള ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തെ പൂർണ്ണമായിട്ട് നിഷേധിക്കലാണ്. ഈ രാജ്യത്തെ കെട്ടിപ്പടുക്കുന്നത് ഒരു ധർമ്മമാണ്, ഒരു സംസ്കാരമാണ്. ആ ധർമ്മം ഹൈന്ദവ സംസ്കാരമാണ്. ഈ രാജ്യത്ത് ആധുനികമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വേരുകളെ മുഴുവൻ മറക്കുക എന്നർത്ഥമില്ല. അതിനെ നിർമ്മിച്ചെടുത്തുള്ള കൾച്ചറൽ ആൻഡ് സിവിലൈസേഷണൽ എത്തോസ്, ആ കൾച്ചറൽ ആൻഡ് സിവിലൈസേഷണൽ എത്തോസ് എന്ന് പറയുന്നത് ഹിന്ദു എത്തോസാണ്. അതിനെ തള്ളി പറയാൻ ഈ രാജ്യത്തിൻ്റെ ഒരു ഭരണാധികാരിക്കും സാധ്യമല്ല. എല്ലാ മതങ്ങളെയും പോലെ ഒരു മതമായിട്ട് ഹിന്ദു മതത്തെ കാണണമെന്ന് പറയുന്നത് മൗഢ്യമാണ്. ഹിന്ദു എന്നതൊരു മതമായിട്ടല്ല, ഈ രാജ്യത്ത് നിർമ്മിച്ചെടുത്തിട്ടുള്ള ഒരു സംസ്കൃതിയായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആ ഹിന്ദു സംസ്കൃതിയെ നിലനിർത്തുകയും പരിപാലിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് ഈ രാജ്യത്തോട് കൂറുള്ള, ഭാരതം എന്ന ആശയത്തോട് കൂറുള്ള എല്ലാ പ്രധാനമന്ത്രിമാരുടെയും ചുമതലയാണ്, ദൗത്യമാണ്. അതാണ് മോദി ഇന്നലെ സോമനാഥത്തിലെത്തിയത് വഴി ചെയ്തത്. തീർച്ചയായിട്ടും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ചാനലിൻ്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയാണ്. ഈ പിന്തുണ നിങ്ങൾ വീഡിയോകൾ കണ്ട് ഞങ്ങൾക്ക് നൽകുന്നുണ്ട്. ഞങ്ങളുടെ വീഡിയോകൾ എല്ലാ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, നിങ്ങളുടെ ഒരു ചെറിയ അശ്രദ്ധ ഞങ്ങൾക്ക് കൂടുതൽ സഹായം ലഭിക്കുന്നതിന് തടസ്സമാവുന്നുണ്ട്. അതായത് നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ദയവായി ആ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. 1 മിനിറ്റിന് താഴെ സമയം വേണ്ടുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്താലേ നമുക്ക് ഈ ചാനൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ. നിങ്ങൾ ഓരോരുത്തരും ദയവായി ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ചാനൽ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം. ഇത് ഈ ചാനലിനെ നിലനിർത്താൻ നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സഹായമായിരിക്കും. ഈ സഹായമാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഇങ്ങനെ നിങ്ങളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് തുടർന്നും മറ്റാരും പറയാത്ത സത്യങ്ങളും വാർത്തകളുമായി നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിയൂ. ഇത് വ്യക്തിപരമായ എൻ്റെ ഒരു അഭ്യർത്ഥനയായി കണക്കിലെടുത്ത് ദയവായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്.